മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപവും പരമശിവനും ചേർന്ന് ജനിച്ച അയ്യപ്പൻ മഹിഷാസുരനെ നിഗ്രഹിച്ച് തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി ശബരിമലയിൽ കുടികൊള്ളുകയും മകരവിളക്ക് നാളിൽ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിവസമായും കണക്കാക്കുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഇവിടെ വച്ചാണ് അയ്യപ്പസ്വാമി ശാസ്താവിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചതെന്ന് പറയപ്പെടുന്നു. അയ്യപ്പസ്വാമിയെ അവസാനമായി കണ്ട സ്ഥലമെന്നും അതല്ല സമാധിയിൽ കുടികൊള്ളുന്ന സ്ഥലമെന്നും പറയുന്ന മണിമണ്ഡപം മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ്. റാന്നി കുന്നക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി ശബരിമലയിൽ കളമെഴുതുന്നത്. മകരം 1 മുതൽ 5 വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ, വില്ലാളിവീരൻ, രാജകുമാരൻ, പുലിവാഹനൻ, തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് തുടങ്ങിയ രൂപങ്ങളാണ് കളമെഴുതുന്നത്. മകരം 1 മുതൽ 5 വരെ നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിൽ ആദ്യകാല 4 ദിവസങ്ങളിൽ മണിമണ്ഡപത്തിൽ നടക്കുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് 18-ാം പടി വരെ നടത്തുന്ന വിളക്കെഴുന്നള്ളിപ്പുമാണ് മകരവിളക്ക്. 5-ാം ദിവസം നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പ് ശരംകുത്തിയാൽ വരെ എഴുന്നള്ളുന്നു. ജീവസമാധിയിലോട്ടാക്കിയ ഭഗവാനെ കൊമ്പൻ മീശയോടുകൂടിയ തിരുമുഖമുള്ള തിടമ്പിലോട്ട് ആവാഹിച്ചാണ് മകരം 5-ന് നടക്കുന്ന വിളക്കെഴുന്നള്ളിപ്പിന് എഴുന്നള്ളിക്കുന്നത്. സംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുമ്പായി തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരുകയും പ്രധാന ആഭരണപ്പെട്ടി ശ്രീകോവിലേക്കും മറ്റ് 2 പെട്ടികൾ മണിമണ്ഡപത്തിലുമാണ് വയ്ക്കുന്നത്. അഭിഷേകപ്പെട്ടിയെന്നും കൊടിപ്പെട്ടിയെന്നും അറിയപ്പെടുന്ന തിരുവാഭരണപ്പെട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് തലപ്പാറമലയെയും ഉടുമ്പാറമലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും. തലപ്പാറമലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുകുടയും ഉടുമ്പാറമലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുകുടയുമാണ് വയ്ക്കുന്നത്. 2 കൊടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പസ്വാമി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. ശരംകുത്തിയിൽ ചെന്ന് നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിലേക്ക് മടങ്ങുന്നു. തിരിച്ചുള്ള യാത്രയിൽ തീവെട്ടികൾ അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ ശരംകുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണത്രേ മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത്. മകരവിളക്കുത്സവത്തിന്റെ സമാപനം കുറിച്ച് തന്റെ ഭക്തരെ യാത്രയാക്കുക എന്ന സങ്കല്പമാണ് ശരംകുത്തിയിലോട്ടുള്ള എഴുന്നള്ളിപ്പിന്റെ പിന്നിലുള്ളത്. അയ്യപ്പൻ തന്റെ ശരങ്ങളും ആയുധങ്ങളും ശരംകുത്തിയിൽ ഉപേക്ഷിച്ചാണ് ശബരിമലയിൽ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി. പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി. ശബരിമലയിലും പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി നടക്കുന്നു. ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം പുറത്തൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് പെരുന്നാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലാണ്. തിരുവാഭരണം കൊണ്ടുള്ള മടക്കയാത്രയിൽ മകരം 7-നാണ് പെരുന്നാട്ടിൽ തിരുവാഭരണ ദർശനം നടക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് പന്തളം രാജാവ് ശബരിമല ക്ഷേത്രം പണിതത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. മഹിഷാസുരനെ വധിച്ച ശേഷം അയ്യപ്പൻ ധ്യാനിച്ച സ്ഥലമായ പൊന്നമ്പലമേട്ടിൽ വനക്ഷേത്രത്തിൽ നടക്കുന്ന ദീപാരാധനയാണ് മകരജ്യോതി. മകരജ്യോതി 3 തവണ തെളിയും. ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിലും അയ്യപ്പന്റെ പ്രതീകാത്മകമായ ദർശനമായും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായും ഭക്തർ കരുതുന്നു.